പിന്നെ ലൈക്ക് കൊടുക്കണം, ലവ് കൊടുക്കണം. ലവ് കൊടുത്തേക്കാം. ഇവിടെ എന്താ പരിപാടി? ഞാൻ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിലിരിപ്പ് ശരിയല്ല. എന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ നീ ആരും മനഃശാസ്ത്രജ്ഞ. അതിന് മനഃശാസ്ത്രജ്ഞനൊന്നും ആവണ്ട. എന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? അല്ല, നിങ്ങളെ ഫേസ്ബുക്ക് മുഴുവനും പെണ്ണുങ്ങളാണല്ലോ. കുറച്ച് പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. നിങ്ങൾ ഗേൾസ് സ്കൂളിലാണോ പഠിച്ചേ? നോ മിക്സഡ് സ്കൂൾ. വല്ല ഹണി ട്രാപ്പിനെ പൊട്ടിച്ചൊന്നും ഇങ്ങോട്ട് വരരുത്. ഹണി ട്രാപ്പോ? ആ, എനിക്ക് സഞ്ജു എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത്ര പൊട്ടത്തിയൊന്നല്ല. ഓഹോ, അപ്പൊ അവനാണ് ഇതിന്റെയൊക്കെ പിന്നില്. പിന്നെ മക്കള് അമ്മയുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ. ഓ, നിന്നോട്ടെ. മക്കൾ അമ്മയുടെ കൂടെ മാത്രം നിന്നാ മതി. പക്ഷെ സത്യസന്ധമായിട്ട് സംസാരിക്കണം. ഞാനും എന്റെ മക്കളും കൂടി നിങ്ങളെല്ലാം ഉടായ്പും കണ്ടുപിടിക്കും. നോക്കിക്കോ. അതിന് ഉടായ്പ ഉണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കുള്ളൂ. അത് നിങ്ങൾ ഇതിന്റെ ലോക്ക് എനിക്ക് പറഞ്ഞു തരുന്നില്ലല്ലോ. അത് ചെയ്യാൻ പാടില്ല. മൊബൈലില് നമുക്ക് ഒരു പിന്നുണ്ട്, അത് വെച്ച് ലോക്ക്. അതന്നെ. അപ്പൊ അതില് മൊത്തം ഉടായ്പ ഞാൻ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കുന്നു. നിന്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ മാത്രമേ ഉള്ളൂ കുഴപ്പം. ഞാൻ അതൊന്നും പൂട്ടിക്കെട്ടി വെച്ചിട്ടില്ല. എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാം. നീ ചെയ്തു വെക്കുന്നേ. എനിക്കും ആണുങ്ങളെ ഫോളോവേഴ്സ് ആയിട്ട് എല്ലാം കിട്ടും. ഫോളോവേഴ്സ് ആക്കി വെച്ചോ. ഞാൻ വെക്കും. എന്നിട്ട് രാത്രി 12 മണി വരെ ഞാൻ ചാറ്റും ചെയ്യും. നീ എന്നാ വേണേ ചെയ്യും. ഞാൻ നോക്കും ഫോട്ടോ അല്ല ഇങ്ങനെ. നിന്റെ ചുറ്റിനും 4 പിള്ളേരുണ്ടാവല്ലോ, അവരെ കൂട്ടി പിടിച്ചോ. പിള്ളേർ കാണാണ്ട് റൂം അടിച്ചിട്ട് നോക്കാൻ എനിക്ക് അറിയായിട്ടൊന്നല്ല. നിങ്ങൾ അങ്ങനെയല്ലേ കാണിക്കുന്നേ. ഞാൻ എന്തും ചെയ്യും. ഞാൻ എന്തും ചെയ്യും. എന്ത് ചെയ്യും? അതെങ്ങനെ നിങ്ങൾ ചെയ്തേക്കല്? നിങ്ങൾ ഒരു ഗ്രൂപ്പ് അല്ലേ ചെയ്തേക്കല്? നിങ്ങൾ 4 പിള്ളേർ, നീ ഒരു ഗ്രൂപ്പ് അല്ലേ? ഞാൻ ഇവിടെ ഇങ്ങനെ പന പോലെ നിൽക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അത് ചെയ്തേക്കല്? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? എന്താ കുറവുള്ളേ? നിനക്കൊരു കുറവില്ല. പെണ്ണുങ്ങളെ തന്നെ കണ്ട പെണ്ണുങ്ങളെ തന്നെ ഞാൻ ചെക്കനുള്ളോണ്ട് ഞാൻ വൃത്തിയോട് പറയുന്നില്ല കേട്ടോ. ചെറുക്കനുള്ളതുകൊണ്ട് എന്താ? ചെറുക്കനല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അവനുള്ളതല്ലേ പറഞ്ഞത്. അവനുള്ളത് പറഞ്ഞത് നിനക്ക് എങ്ങനെ തെളിവ്? എനിക്കറിയാം എന്റെ മക്കൾ കളവ് പറയില്ല. പിന്നെ നീ എന്നെ വിശ്വസിക്കണ്ട. അങ്ങനെ എന്തിനാ ഒരു അച്ഛന് ആഭാസനായിട്ട് കണ്ടിട്ട് മക്കൾ അങ്ങനെ പറയേണ്ട ആവശ്യം? അമ്മയോട് അതിന് പല കാരണങ്ങളും. ഒരു കാരണങ്ങളും ഇല്ല. എന്റെ മോൻ അങ്ങനെ പറയില്ല. നീ ആദ്യം ഭർത്താവിനെ വിശ്വസിക്കാൻ പഠിക്കും. എങ്ങനെയാ വിശ്വസിക്കല്? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടല്ലോ, അപ്പൊ തിരിച്ചും വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ നേർവഴിക്ക് നടക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയല്ല. എന്റെ ഫോൺ ഓപ്പൺ ആയിട്ട് അവിടെ ഇവിടെ അല്ല നിങ്ങൾ കാണുന്നില്ലേ? 4 പിള്ളേരും എടുത്ത് കളിക്കുന്നില്ല. അതെന്തോണ്ട്? അതിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ പറയട്ടടാ. പിള്ളേർക്ക് ഫോൺ വരെ എടുക്കാൻ കൊടുക്കത്തില്ല. എന്നാ എനിക്ക് ഒരുപാട് കച്ചവടങ്ങളുണ്ട് സ്ഥലത്തിന്റെ. ഇവന്മാരെടുത്ത് വല്ല പാരം വെച്ചാലുണ്ടല്ലോ, ഈ പാരയാണ് ഇവന്റെ സ്വഭാവം. തന്തയ്ക്ക് പാര വെക്കുന്നവനാ. നിങ്ങളെ കച്ചവടം കാണിക്കും. ഫോൺ കാണിക്കും. എനിക്ക് സൗകര്യമില്ല. ഇവിടെ അങ്ങ് ക്ലോസ് ആക്കിയേക്കാം. അതിന്റെ ആവശ്യമില്ല. അതെന്താ നിങ്ങൾ കാണിക്കാതെ? അപ്പൊ കള്ളത്തരം ഉള്ളോണ്ടല്ലോ സഞ്ജു. കള്ളത്തരം ഉള്ളോണ്ടല്ലോ കാണിക്കാൻ പറയണം. അവൻ പറയണത് എടുക്കണ ഫോൺ എടുക്കണ പോക്കറ്റിന്ന് ചവിട്ട് മേടിക്കുന്നതിന്. എന്നാ നിങ്ങളൊന്ന് ചവിട്ടി കാണിച്ചേ. അവൻ ഇവിടെ നിൽക്കുമ്പോ നിങ്ങളൊന്ന് ചവിട്ടി ഫോൺ എടുക്കാൻ പറ്റട്ടെ. അവൻ ഇവിടെ കിടക്കും. നിക്കടാ ഇവിടെ. തൊടട്ടെ എന്റെ ഫോണേല്. ഞാനല്ലേ പറയുന്നത് എടുക്കട ഫോൺ. നീ വാങ്ങിക്കും. ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ എന്റെ മേത്ത് നിന്റെ സ്വാതന്ത്ര്യം അവിടെ വരെ ഉള്ളു കേട്ടോ. ഇങ്ങോട്ട് വന്നാ നീ മേടിക്കും. ഞാനാ പറയുന്നത് തന്റെ ഉന്തിയിടാൻ തള്ളയാ ഉപദേശിക്കുന്നത്. എന്തോരെ തള്ളയാ. അതൊക്കെ നീ ചെയ്യും. അതുകൊണ്ടാ ഈ ഓരോരുത്തരൊക്കെ വഴിമാറി പോകുന്നു. ഇതേപോലത്തെ ഭാര്യമാരുള്ളതുകൊണ്ടാ. ഇപ്പൊ നീ പറഞ്ഞില്ലേ വിഷമൊന്നും കൊല്ലൊന്നും? നീ ഇപ്പൊ പറഞ്ഞല്ലോ. ആര് പറയിച്ചു? നിങ്ങൾ എന്ത് പറയിച്ചാലും പറയുന്നതിന് നാടകം അഭിനയിക്കാൻ പോടാ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ടാ. എല്ലാ കളത്തിലും ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കുറെ തേൻ കിട്ടിയല്ലോ രാവിലെ. വലിയ ക്രെഡിറ്റ് അല്ലടാ തന്തക്കിട്ട് പാര വെച്ച് തള്ളയും തന്തയും തെറ്റിക്കുന്നത്. അയ്യോ അച്ഛാ, ഞാൻ ഒരു തിരുമണ്ടനല്ലേ, എനിക്കിത് വല്ലതും പറ്റുമോ? അതേടാ, നീ തിരുമണ്ടനാന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കടാ. ചവിട്ടി നിന്നെ